Hello everyone, welcome to the YouTube episode of Ireland documentation and the India process. അപ്പോൾ അയർലൻഡ് മാത്രമല്ല പൊതുവിൽ എല്ലാ കൺട്രീസിനെയും സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് വിസ, കാരണം കുട്ടികൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ ആ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സ്റ്റേജ് അറിയുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യണം. ഈവൻ ദോ മിക്ക ഏജൻസും ഒരു വിസ ചെക്ക് ലിസ്റ്റ് തരും, ലൈക്ക് വാട്ട് ഓൾ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടും മൊത്തം പ്രോസസ്സിൽ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഏരിയാസിനെ കുറിച്ചിട്ടും ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ട് അറിയുകയാണെങ്കിൽ മച്ച് മോർ ഈസിയർ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ എപ്പിസോഡിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ ഇസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ എൻറ്റയർ പ്രോസസ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിലേക്ക് എലിജിബിലിറ്റി ബേസിസിൽ ആപ്ലിക്കേഷൻ വെക്കുന്നവരുണ്ട്. അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന ഒന്നാണ് ഓഫർ ലെറ്റർ. അപ്പോൾ ഓഫർ ലെറ്ററിൻ്റെ കേസിൽ അയർലൻഡിനെയാണ് ഒരുവിധ എല്ലാ കൺട്രീസിനാണെങ്കിലും കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. ഈ രണ്ട് ടേംസിനെ കുറിച്ചിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഫെമിലിയർ ആയിരിക്കും. അത് ആ പേര് പോലെ തന്നെയാണ്. കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ അതിലൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഈ കുട്ടിക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാകും. ആ കണ്ടീഷൻ നമ്മൾ കറക്റ്റായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള LOA അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, നമുക്ക് എംബസിയിലേക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യുക, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. അതായത് നമുക്ക് കുറച്ചും കൂടെ മലയാളീകരിച്ച് അതിനെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ലാതെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ, അതാണ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ നമുക്ക് റിസീവ് ആവുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇഫ് ഇൻ കേസ് ഒരു കുട്ടിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കണ്ടീഷൻസ് ആയിരിക്കും യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് പറയാം. ആ ഒരു കാര്യത്തിന് മിക്കതും അക്കാഡമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പം അക്കാഡമിക് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്ത മാർക്ക് ഷീറ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇഫ് ഇൻ കേസ് അവർക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ലെറ്റർ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് അല്ലാതെ റിവൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലായിരിക്കാം മിക്കതും അക്കാഡമിക് കണ്ടീഷൻസ് കണ്ടുവരുന്നത്. ലൈക്ക് അവർക്ക് ആ ഒരു പ്രൊഫൈൽ അസസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട്, അതായത് ഈ ഒരു ഡോക്യുമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അസസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്ത് പിന്നീട് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസിലേക്ക് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ അടുത്ത് ക്ലാരിറ്റിക്ക് വേണ്ടി കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കോർ കാർഡോ കാര്യങ്ങളോ ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് വെൻ ഇറ്റ് കംസ് ടു ദ അക്കാഡമിക് സൈഡ്. അതേ സമയത്ത് തന്നെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് വരുന്ന ആൾക്കാരുണ്ട്. അതായത് they will be demanding us €500 അല്ലെങ്കിൽ €1000 മാക്സിമം ഡെപ്പോസിറ്റ്. അതിൽ കൂടുതലൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആക്കാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ചത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. 500 തൊട്ടിട്ട് €1000 ഡെപ്പോസിറ്റ് ആണ് ഇനീഷ്യലി അവർ ചോദിക്കാറ്. അതാണ് ഫിനാൻഷ്യൽ കണ്ടീഷൻ വരാറ്. പിന്നെ അവിടെ വരുന്ന കോമൺലി ആസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഇങ്ങനെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വന്നു എന്ന് വിചാരിക്കുക, എത്ര കാലത്തിനുള്ളിൽ നമ്മളത് അടച്ചു തീർക്കണം എന്നുള്ളത്. യൂണിവേഴ്സിറ്റി നമുക്ക് അല്ലെങ്കിൽ കോളേജ് നമുക്ക് തരുന്നൊരു സമയം എന്ന് പറയുന്നത് 1 മാസത്തോളം ഉണ്ടാവാം. 1 മന്തോളം നമുക്ക് ടൈമുണ്ട് അത് അടച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഓഫർ ലെറ്ററിന് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐഡിയലി സ്പീക്കിംഗ് ഭയങ്കരമായിട്ടുള്ള റഷുള്ളൊരു സമയമാണ്. ലൈക്ക് ഈ എമൗണ്ട് നമ്മുടെ ഒരു ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഴ്ച ഞാൻ എപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യാറെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ ഡെപ്പോസിറ്റ് വിച്ച് വിൽ ബി ലൈക്ക് €500 തൊട്ട് €1000 വരെ ആയിരിക്കും, ആ ഡെപ്പോസിറ്റ് അടച്ചിട്ട് ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. അതിനുശേഷം തന്നെ നിങ്ങൾക്ക് അടുത്ത അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കിട്ടാൻ വേണ്ടി പോണത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഇൻ അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ വിച്ച് വിൽ ബി ടേക്കൺ ടു VFS ആൻഡ് ദാറ്റ് ഇസ് LOA. അതിൻ്റെ ഒരു ഫുൾ ഫോമാണ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്.
നെക്സ്റ്റ് ആയിട്ട് എല്ലാ കൺട്രികളിലെയും പോലെ തന്നെ അയർലൻഡിനും ഫിനാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് എത്രത്തോളം നമ്മൾ കാണിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് ഫണ്ട്സ് കാണിക്കാം. പക്ഷെ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈക്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ നമുക്ക് LOAക്ക് മുമ്പ് എന്തൊക്കെ ഫിനാൻസസ് ആണ് നമ്മൾ സേഫ് ഗാർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫിനാൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതും കൂടെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അയർലൻഡ് ഒരു മാർജിൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് 6,000 യൂറോസ് അല്ലെങ്കിൽ 6,000 യൂറോസിൽ കുറവുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പേ ചെയ്യാനാണ് അവർ നമ്മുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത്. അതായത് അത് മനസ്സിൽ വെക്കുക. അപ്പം 1 year മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. ഇഫ് ദാറ്റ് തിങ് ഈസ് ഹാവിങ് ഇൻ ദ 6,000 യൂറോസ് അല്ലെങ്കിൽ ലെസ് ദാൻ 6,000 യൂറോസ് ആണ് ഫീസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് നമ്മൾ പേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, സീറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ നിന്ന് ഉള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളത്. അത് ജനറലി എപ്പോഴും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. കാരണം ഫീ പേയ്മെൻറ്റിന് നമ്മുടെ സീറ്റ് ബ്ലോക്ക് ആവുന്നതിലും നമുക്കൊരു പെർമനൻ്റ്ലി അഷ്വറൻസ് ഓഫ് ആൻ LOA ഉള്ളതിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മസ്റ്റ് ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ, ബാച്ചിലേഴ്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ 1 year മാസ്റ്റേഴ്സ് പോലെയല്ല. എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്? ഇറ്റ് ക്യാൻ ബി 3 years 2 years ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ മാക്സിമം അടച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഫുൾ എമൗണ്ട് ഓഫ് ട്യൂഷൻ ഫീ മാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് പോസിബിൾ എന്ന് പറയുന്നത്. അതിലൊരു മാർജിൻ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ 6,000 യൂറോസ് ആണ് ഒരു പ്രോഗ്രാമിനുള്ളത്, അല്ലെങ്കിൽ അതിൽ കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും അത് അസാപ്പ് പേ ചെയ്ത് നമ്മൾ ആ സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസും അതിൻ്റെ കൂടെ തന്നെ ലിവിങ് എക്സ്പെൻസസും നമുക്ക് കാണിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ. അത് ജനറലി, അതായത് ഐഡിയലി സ്പീക്കിംഗ് ഇൻസൈഡ് അയർലൻഡ് ഉള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് ആണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12,000 യൂറോസ് ആയിട്ടാണ്. അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഡബ്ലിൻ, ഇൻസൈഡ് ഡബ്ലിനും ഔട്ട്സൈഡ് ഡബ്ലിൻ അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഔട്ട്സൈഡ് ഡബ്ലിൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓഫൺ കാൽക്കുലേറ്റഡ് ആസ് 10,000 യൂറോസ്. പക്ഷേ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അയർലൻഡ് മൊത്തം നമുക്ക് ലിവിങ് എക്സ്പെൻസ് 12,000 യൂറോസ് എന്നുള്ള കണക്കിൽ തന്നെ പോകുന്നതാണ് നല്ലത്. അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ലിവിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ട്യൂഷൻ ഫീസിൻ്റെ കേസിൽ 6,000 യൂറോസോ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ട് നമ്മൾ അടയ്ക്കാൻ വേണ്ടി നോക്കുക. ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ ഇസ് മാൻഡേറ്ററി ടു ബി പെയ്ഡ്. അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ലിവിങ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഡബ്ലിൻ നമുക്ക് 10,000 യൂറോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ എല്ലാവരും ഇൻസൈഡ് ഔട്ട്സൈഡോ ആയിക്കോട്ടെ എല്ലാവരും 12,000 യൂറോസ് എന്നുള്ളൊരു മാർക്കപ്പിനെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക, പേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ വരുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടാണ്, നമ്മൾക്ക് ഫുൾ എമൗണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് അടയ്ക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ബേസിക്കലി സ്പീക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50% ലോണും 50% ഓൺ ഫണ്ടുമാണ് എപ്പോഴും നല്ലത്. ഇഫ് ഇറ്റ് ഈസ് ഐഡിയൽ ലൈക്ക് 50 lakhs ആണ് മൊത്തം വരുന്ന ചിലവ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 25 lakhs ലോണും 25 lakhs നമുക്ക് ഓൺ ഫണ്ടും കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് സ്ട്രോങ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അതിൽ എഡ്യൂക്കേഷൻ ലോൺ സെക്യൂർഡ് ആണെങ്കിലും നോട്ട് സെക്യൂർഡ് ആണെങ്കിലും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും വിത്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അല്ലാത്ത FD ലോണുകൾ ഉണ്ടാവാം, ഗോൾഡ് ലോണുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്. ഇത്തരം കാര്യങ്ങൾ മാക്സിമം വെക്കാതിരിക്കുകയാണ് നല്ലത്. അത് ബേസിക്കലി സ്പീക്കിംഗ് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്കിലുള്ള ട്രൂത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ ലോൺ എപ്പോഴും ആരാണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുക? ബാങ്കുകളാണ്. ബാങ്കുകൾ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ആളുകളും പ്രിഫർ ചെയ്യുക, ഇൻ്റർനാഷണൽ സ്പേസസും പ്രിഫർ ചെയ്യുക. അപ്രൂവൽ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ വെക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന സമയത്ത് കുട്ടിയല്ലാതെ അവിടെ ബാങ്ക് എന്നുള്ള ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ഥാപനം കൂടി അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് എഡ്യൂക്കേഷൻ ലോണിന് സ്ട്രെങ്ത്ത് കൂടും. അതുപോലെ തന്നെ ഗോൾഡ് ലോൺ, FD ലോൺ, മ്യൂച്വൽ ഫണ്ട്സ് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, മാർക്കറ്റിനനുസരിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഗോൾഡിൻ്റെ വാല്യൂ കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഗോൾഡ് ലോണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് എന്താണ്, നമ്മൾ മ്യൂച്വൽ ഒരു 10 lakhs ഇട്ടു, നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല ഇത് നെക്സ്റ്റ് ഇയറിൽ നമുക്കൊരു 20 lakhsൻ്റെ റിട്ടേൺസ് കിട്ടുന്നുള്ള, അല്ലെങ്കിൽ 13 lakhsൻ്റെ റിട്ടേൺസ് കിട്ടും, 14 lakhs ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സും ഗോൾഡ് ലോണുകളും FD ലോണുകളും
ലോണുകളും സ്റ്റോക്കുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് കാണിക്കാൻ വേണ്ടി പറ്റാത്തത്. വൈ? ബിക്കോസ് ദേ ആർ ഓൾ ഫ്ലക്ച്വേറ്റിംഗ്. ഒരു സ്റ്റേബിൾ ഇൻകം ആയിട്ട് അതിനൊന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും മാക്സിമം മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഫണ്ടുകൾ കാണിക്കുന്നുണ്ട്, അതായത് ട്യൂഷൻ ഫീ പ്ലസ് ലിവിങ് എക്സ്പെൻസസിനാണല്ലോ നമുക്ക് ഫണ്ട് കാണിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. വൺ ഇയർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 ഇയർ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ 1 ഇയർ ലിവിങ് എക്സ്പെൻസസിനും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ മൊത്തത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് എപ്പോഴും 50-50 എടുക്കുന്നതാണ്. 50% നമ്മുടെ പേഴ്സണൽ സേവിങ്സിൽ നിന്നും 50% ബാങ്ക് ലോണിൽ നിന്നും. ഇതാണ് ഐഡിയലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഫാക്ടർ. അല്ലാത്ത എപ്പോഴും മൈൻഡിൽ വെക്കുക, അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത്രയും സ്റ്റേബിൾ ആയിട്ടല്ലാത്ത കാര്യങ്ങൾ FD ലോണ്, അതുപോലെ തന്നെ ഗോൾഡ് ലോണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഫണ്ടുകൾ, പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സുകളാവാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളാണ് ഇതിൽ പെടുന്നത്, നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഫിനാൻസസിൻ്റെ കേസിൽ അയർലൻഡിന് വേറൊരു പ്ലസ് പോയിൻറ്റും കൂടെ ഉണ്ട്. പ്രൂഫ് കാണിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോഴും പറയുമല്ലോ, പ്രോപ്പർട്ടി സെല്ല് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട്, അതായത് അമ്മയുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്തിട്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് മോളുടെ അല്ലെങ്കിൽ മോൻ്റെ എഡ്യൂക്കേഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അതിനെ ഒരു ലോസ് ആയിട്ട്, അതായത് ഒരു ഭൂമി വിറ്റിട്ടാണല്ലോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിൽ അയർലൻഡ് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യില്ല. വൈ? ബിക്കോസ് നമ്മൾ സ്ഥലം വിൽക്കുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ അച്ഛനമ്മമാർക്കും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. സെയിൽസ് ഡീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ലീസ് എഗ്രിമെൻറ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്, കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ചാനലിൽ കൂടെയാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ സ്ട്രെങ്ത്തിന് അവർ ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. ബേസിക്കലി സ്പീക്കിംഗ്, അയർലൻഡ് എന്നുള്ള കൺട്രി എന്ത് കാര്യം നമ്മൾ ഫണ്ട് കൊടുക്കുകയാണെങ്കിലും അത് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് വഴി നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ലെജിറ്റ് ഫണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഫണ്ടായിട്ട് എടുക്കും. നിങ്ങളുടെ കയ്യിൽ ബൾക്ക് എമൗണ്ട് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏത് അക്കൗണ്ടിൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് വെക്കുക. അതായത് ഇപ്പോൾ സെയിൽസ് ഏതെങ്കിലും പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെക്കുകയാണെങ്കിൽ തന്നെ അതൊരു സ്റ്റേബിൾ ഇൻകമായിട്ട് കണക്കാക്കും. അതുമാത്രമല്ല, നമ്മളുടെ ആ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീണിട്ടുള്ള മണിയാണ് അവർ ബേസിക്കലി നോക്കുക. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഈസ് ബേസിക്കലി അഡ്വൈസബിൾ എന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ 6 മന്ത്സോളം ഡ്യൂറേഷൻ ഉള്ളത് വെക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. 6 മന്ത്സ് ആണ് ഐഡിയലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂറേഷനായിട്ട് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ FD ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 മന്ത്സിൻ്റെ മെച്ചോറിറ്റി ഉള്ള ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്ട്രോങ്ങർ പ്രൊഫൈലായി മാറും. ഇനി നിങ്ങൾ വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് 6 മന്ത്സ് വെക്കുന്ന തരത്തിലുള്ള FDs ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹൈലി അഡ്വൈസബിൾ ടു കീപ് വിത്ത് യുവർ ഡോക്യുമെൻറ്റ്സ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്പോൺസേഴ്സ്. മിക്ക ആൾക്കാരും ചോദിക്കാറുള്ളതാണ് സ്പോൺസേഴ്സിൻ്റെ കേസ്. അയർലൻഡിനെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് നമ്മുടെ പേരൻസ് ആണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്പോൺസേഴ്സ്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്പോൺസേഴ്സായിട്ട് ഒരു പ്രശ്നമില്ലാതെ എടുക്കാൻ പറ്റുന്ന നമ്മുടെ പേരൻസിനെയാണ്. പിന്നെ നമ്മുടെ ബ്രദർ, സിസ്റ്റർ, ഓൺ ബ്രദർ ആൻഡ് സിസ്റ്റർ അങ്ങനെയുള്ളവരും വരും. അവർ അത്യാവശ്യം സ്റ്റേബിൾ എനഫ് ആണ് എന്നുണ്ടെങ്കിൽ. ഈ ഇൻഡിവിജ്വൽസ് എല്ലാം IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചും കൂടി അടിപൊളിയായി. കാരണം IT റിട്ടേൺസിനെ ഭയങ്കര കാര്യമായിട്ട് അയർലൻഡ് കാണുന്നുണ്ട്. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഇന്ത്യയോട് ടൈ ഉള്ളൊരു സിറ്റിസൻസ് നിങ്ങളെ സ്പോൺസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ വാല്യൂ അവർ കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ബേസിക് പിന്നാലുള്ളൊരു ഐഡിയോളജി എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പോൺസേഴ്സ് എല്ലാം ITR ഫയൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ അതിൻ്റെ കേസിൽ എപ്പോഴും പറയാറുണ്ട്, അതല്ലാതെ ആരൊക്കെ സ്പോൺസേഴ്സാണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് പെറ്റേണൽ സൈഡിലുള്ള റിലേറ്റീവ്സിനെയാണ്. മെറ്റേണൽ സൈഡല്ല, പെറ്റേണൽ സൈഡ്. അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകളെയും അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പോൺസേഴ്സ് ആയിട്ടുള്ള കാറ്റഗറിയിൽ അയർലൻഡ് പെടുത്തുന്നുണ്ട്. പിന്നെ അതിനുശേഷം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അഗ്രികൾച്ചറൽ ഇൻകമാണ് നമ്മൾ കാണിക്കുന്നേ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്, അത് ബാങ്കിൽ വന്ന് വീഴുന്ന ഇൻകം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഒത്തൻറ്റിക് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന പൈസയായിട്ട് തന്നെ കണക്കാക്കാം. അതായത് അച്ഛൻ അഗ്രികൾച്ചർ ചെയ്യുന്ന അച്ഛന് മാസം അതിൻ്റെ ഒരു റിട്ടേൺസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ലെറ്റ്സ് സേ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തേങ്ങ വിറ്റതിൻ്റെയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ എല്ലാം എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക്, അച്ഛൻ്റെ ബാങ്കിലേക്ക് വരികയാണ്. പുള്ളിക്ക് ക്രെഡിറ്റും ഡെബിറ്റൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകമായിട്ട് തന്നെ കാണും. പിന്നെ ആ പുള്ളി ITR ഫയൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഒരു പ്രശ്നവുമില്ല.
ഡീസെൻ്റ് എനഫ് ഇൻകം ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഇനിയിപ്പോൾ IT റിട്ടേൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ലൈക്ക് അഗ്രികൾച്ചറൽ ഇൻകം സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് കിട്ടും. അപ്പോൾ അതും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും. അത് എപ്പോഴും പിള്ളേർ ചോദിക്കാറുള്ള ഡൗട്ടാണ്, അഗ്രികൾച്ചറാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. നമ്മളതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക, നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ വരുമാനം ബാങ്ക് വഴി കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിൾ ഇൻകം തന്നെയാണ്, അയാൾ ഒരു എലിജിബിൾ ആയിട്ടുള്ള സ്പോൺസറും കൂടിയാണ്. ഇനി ആ സ്പോൺസറെ മാക്സിമം നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ IT റിട്ടേൺസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയി. അതാണ് ബേസിക്കലി നമ്മൾ അതിൻ്റെ ബാക്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്പോൺസേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ അച്ഛൻ, അമ്മ, പിന്നെ വരുന്നത് പെറ്റേണൽ സൈഡിലുള്ളത്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ്, ലൈക്ക് നമ്മൾ ഫിനാൻസ് പാർട്ട് നോക്കുന്ന സമയത്ത് എല്ലാം നോക്കുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ CA വാല്യുവേഷൻ റിപ്പോർട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നെറ്റ് വർത്ത് റിപ്പോർട്ട് എന്ന് പറയും. CAക്കാർ നമുക്ക് നമ്മുടെ മൊത്തം അസറ്റിനെ വാല്യുവേറ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് തരുന്ന, ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതാണ് CA വാല്യുവേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് പിള്ളേരുടെ ചെക്ക് ലിസ്റ്റിൽ അത് കാണാറില്ല, നെറ്റ് വർത്ത് വെക്കുന്നതായിട്ട് ഞാൻ കാണാറില്ല. അപ്പോൾ നെറ്റ് വർത്ത് സർട്ടിഫിക്കറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കുറച്ചും കൂടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് കിട്ടും. വൈ? ബിക്കോസ് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് തോട്ട് അതിൻ്റെ പിന്നിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വർത്തിൽ നമ്മളെല്ലാം ആഡ് ചെയ്യും, ഗോൾഡ്, വെഹിക്കിൾ, അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻക്ലൂഡിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്പോൺസേഴ്സ് ഓൾസോ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ആ കുട്ടിക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്, സോ ദർ ഇസ് നോ നീഡ് ടു സ്റ്റേ ഇൻ അയർലൻഡ് എന്നുള്ളൊരു തോട്ട് അതിൻ്റെ പിന്നിൽ വരും. റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ എന്നുള്ളത് സ്ട്രോങ് ആവും. അതേ സമയത്ത് തന്നെ വേറൊരു സംഭവം, അത്യാവശ്യം അസറ്റുകളുണ്ട്. ലൈക്ക് നമ്മളെപ്പോഴും ബാങ്ക് ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടാണ്ട് ഈ കുട്ടിക്ക് വേറെയും വെഹിക്കിളൊക്കെ ഒരു അസറ്റ് അല്ലേ, നമുക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണി ബെനിഫിറ്റ് കിട്ടുന്ന സാധനങ്ങളാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുള്ള തോട്ടും കൂടെ അവർക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളിരുന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ത്രാസൊന്ന് താഴെ പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നെറ്റ് വർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചത് ഒന്നും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് എടുക്കുക. അത് നല്ല രീതിക്ക് വെൽ ആൻഡ് ഗുഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മൂവബിൾ പ്രോപ്പർട്ടീസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നിട്ട് ലാസ്റ്റ് ഒരു 2 crore ഒക്കെ എത്തിക്കാൻ പറ്റുവാണ് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള CAക്കാരനെയും കൊണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വാല്യൂ ആണ്, നമ്മുടെ പ്രൊഫൈലിന് അത് ഭയങ്കര അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാക്കും. വൈ? ബിക്കോസ് CAയുടെ കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ, ഇൻറ്റേൺസ്, ഓഫീസ് ഇല്ലാത്തവർ, അവരെ ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക. പ്രോപ്പർലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള, പ്രോപ്പർ ലൊക്കേഷനിൽ CA ഓഫീസസ് ഉള്ള ആൾക്കാരെ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത്രയാണ് ഫിനാൻസ് പാർട്ടിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അയർലൻഡ് നമ്മുടെ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മളെ ഇതുപോലെ തന്നെ ഭയങ്കര തോട്ട്ഫുൾ ആക്കുന്ന ഒരു ഏരിയയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏരിയ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മാൻഡേറ്ററി കാര്യം തന്നെയാണ്. അപ്പോൾ അത് സംവെയർ അറൗണ്ട് 18Kയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വിൽ ബി ഐഡിയൽ. കാരണം ഓരോ കൺട്രിക്കും ഓരോ വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ 18Kയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും ഐഡിയൽ ആയിട്ട് നമ്മളെ വിസയ്ക്ക് വേണ്ടി എടുക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ പിള്ളേർക്കും ഭയങ്കര കൺഫ്യൂഷണൽ ഏരിയാസാണ്. ഒരുപാട് ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. AVATS ഫോം ഉണ്ടാവും, ഫിനാൻഷ്യൽ സമ്മറി ഫോം ഉണ്ടാവും, ചെക്ക് ആൻഡ് വെരിഫൈ ഫോം ഉണ്ടാവും. പിള്ളേർ എപ്പോഴും യൂഷ്വലി എൻ്റെ അടുത്ത് പറയാറുണ്ട് ഫില്ല് ചെയ്ത് ഭയങ്കര റെപ്പിറ്റേറ്റീവായി തോന്നുന്നു. പക്ഷേ മക്കളെ, ഈ എല്ലാ ഫോമുകൾക്കും ഒരു പേർപ്പസ് ഉണ്ട്. ലൈക്ക് എല്ലാം ഫില്ല് ചെയ്യുന്നതിനോട് ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള പേർപ്പസുകളുണ്ട്. AVATS ഫോം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ആപ്ലിക്കേഷനിൽ. അതിൽ നമ്മൾ അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് IRL നമ്പർ കിട്ടും. ഈ IRL നമ്പർ ഇസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്പർ. അപ്പോൾ ആ ഐഡൻറ്റിറ്റി നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് VFS അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഞാനിതെല്ലാം ബ്രീഫ് ചെയ്ത് പറയാം. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ സമ്മറി എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ സമ്മറിയിൽ നമ്മൾ ഓരോരോ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ലൈക്ക് ഓരോ സ്റ്റേജസ് ഉണ്ടാവും. നമ്മൾ ട്യൂഷൻ ഫീ നമ്മൾ എത്ര പേ ചെയ്തു, നമ്മൾ വേറെ എന്തൊക്കെയാണ് ക്രെഡിബിൾ സോഴ്സസ് കാണിക്കുന്നത്. ഈ ഫോം കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട ഈസ് ഓൺലി ബിക്കോസ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ സോഴ്സുകളാണ് പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ചെക്ക് ആൻഡ് വെരിഫൈ ആണ്. ചെക്ക് ആൻഡ് വെരിഫൈ യൂഷ്വലി ഒരു ഓപ്ഷണൽ കേസ് ആണെങ്കിൽ പോലും അത് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് നമ്മുടെ സോഴ്സസും കാര്യങ്ങളും ഫണ്ടിൻ്റെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് വലിയൊരു പ്രോസസ്സൊന്നുമില്ല. നമ്മളുടെ സബ്മിഷനും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മളുടെ അക്കൗണ്ട് അവർക്കൊന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് അവർ ലോഗിൻ ചെയ്തിട്ട് ആക്സസ് ചെയ്തിട്ട് അതിൽ ഫണ്ടുകളൊക്കെ കറക്റ്റ് ആയിട്ടാണോ കിടക്കണേ എന്ന് നോക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രോസസ്സാണ് ചെക്ക് ആൻഡ്
വെരിഫൈ എന്ന് പറയുന്നത്. അത് വരാനുള്ള ബേസിക് കാര്യം, നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഫോർജ്ഡ് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്ന ആളുകളുണ്ട്. അതായത് കള്ളത്തരം കാണിച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഫ്രോഡലൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സും വെച്ചിട്ടൊക്കെ പ്രൊസീഡ് ചെയ്യുന്ന ആളുകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അങ്ങനത്തെ ഒരു അക്കൗണ്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സ് തന്നെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റ്സ് ക്ലാരിഫൈ ചെയ്ത് പോകാമെന്ന് പറയുന്നത്. ഈച്ച് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത് പോകണം. വൈ? ബിക്കോസ് ഫോമുകൾ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു പ്രോസസ്സിൻ്റെ, സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. വൺസ് യു ഹാവ് ഡൺ ഇറ്റ് സക്സസ്ഫുള്ളി യു വിൽ ഹാവ് എ ഫുൾഫിൽമെൻറ്റ് ദാറ്റ് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു കാര്യം വരും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണയും കിട്ടും. അപ്പോൾ സ്വന്തമായിട്ട് അതിരുന്ന് ഫില്ല് ചെയ്യാൻ നോക്കുക, ആരുടെയെങ്കിലും ഒരു ഹെൽപ്പും കൂടെ ചോദിച്ചിട്ട്. ഫോംസ് എല്ലാം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡൗട്ടുകളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. വൈ? ബിക്കോസ് ഇതെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിസ ഫീസും എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ബട്ട് ഐ ബിലീവ് ലൈക്ക് ഇറ്റ് സംവെയർ അറൗണ്ട് 18K 17K റേഞ്ചിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ക്ലാരിഫിക്കേഷൻ പറയാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ്. ഐ വുഡ് സേ ബ്രേക്ക് ഡൗൺ ഇറ്റ് ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, കവർ ലെറ്റർ, ഫിനാൻഷ്യൽ കവർ ലെറ്റർ ആൻഡ് ഓൾസോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ലെറ്റർ ആൻഡ് യെസ് CV. ഇത്തരം കാര്യങ്ങൾ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് എൻ്റെ മെയിൻ ഒരു ഏരിയ ആയതുകൊണ്ട്, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസ് ആയതുകൊണ്ടും ഐ ക്യാൻ ടെൽ ഇറ്റ് വിത്ത് 100% അഷ്വറൻസ് ടു യു. നമ്മളുടെ അയർലൻഡിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ദേ ഗിവ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ദ ക്വാളിറ്റി ഓഫ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സ്പോൺസർഷിപ്പ് അഫിഡവിറ്റ് ആണെങ്കിലും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണെങ്കിൽ പോലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ, അത് അപ്ഡേറ്റഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രിസൈസ് ആയിട്ട് നോക്കുന്ന ഒരു കൺട്രിയാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, ഓവർ ദ 8 years I guess I have been working with SOPs and all. SOPയും കവർ ലെറ്ററും ഗ്യാപ്പ് നിങ്ങൾക്കുണ്ട്, അതായത് 3 months കൂടുതൽ ഗ്യാപ്പ് നിങ്ങളുടെ മൊത്തം പ്രൊഫൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ലെറ്ററും CV, ഈ 4 എണ്ണത്തിനും നിങ്ങൾ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്ന, നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇതൊക്കെ, SOP അതുപോലെ തന്നെ കവർ ലെറ്റർ എന്ന് പറയുന്നത്. ഇത് വൃത്തിക്ക് വെക്കുമ്പോൾ, അപ്പോൾ കവർ ലെറ്റർ ഞാൻ കണ്ടിട്ടുണ്ട്, ഐ എം വെരി അൺഫോർച്ചുനേറ്റ് ടു സേ ദാറ്റ് ഒരു പേജും ഹാഫ് പേജും മാത്രം ലെങ്ത്തുള്ള കവർ ലെറ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വോണ്ട് സപ്ലിമെൻറ്റ് യുവർ വിസ സക്സസ്. യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SOPയുടെ അതേ സ്റ്റാൻഡേർഡിലുള്ളൊരു കവർ ലെറ്റർ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കണം. അതേ സ്റ്റാൻഡേർഡിലായിരിക്കണം ഗ്യാപ്പ് ലെറ്റർ. നിങ്ങൾ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല അറിവുള്ള ഒരാളെയും കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഈ 3ഉം അടിപൊളി സ്റ്റാൻഡേർഡിൽ വെക്കണം. അത് മസ്റ്റാണ്, അതിന് വേറെ ചോദ്യങ്ങളൊന്നുമില്ല. വൈ? ബിക്കോസ് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇതെല്ലാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം, കഴിഞ്ഞ ഇൻടേക്കിൽ ഓവർ 50 സ്റ്റുഡൻസ് കെയിം ടു മീ, ഫസ്റ്റ് ആപ്ലിക്കൻസ്. അതിൽ ഗ്യാപ്പ് ഉള്ളവരുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ട്, ഉള്ളത് കൃത്യമായിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, ഫണ്ടിന് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഞാൻ ഫസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും കയറിപ്പോയിട്ടുണ്ട്. അതായത് റെഫ്യൂസൽ വന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻസിന് മൊത്തം ഒരു പ്രത്യേകത ഉണ്ട്. ആ പിള്ളേരെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് ഈ 3 സർവീസിനും കൂടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അതായത് SOP മാത്രമല്ല ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല, SOPയും കവർ ലെറ്ററും ഇഫ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ലെറ്ററും കൂടെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. വിസ ഓഫീസർ നോക്കുന്ന സമയത്ത് SOP ഭയങ്കര അടിപൊളി, കവർ ലെറ്റർ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, ഗ്യാപ്പ് ലെറ്ററും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ദെൻ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഹാവിങ് എൻ അടിപൊളി SOP? അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. നമ്മൾ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് എത്രത്തോളം സ്റ്റാൻഡേർഡ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു അത്രത്തോളം നമ്മുടെ വിസ സക്സസ് കൂടും. റെഫ്യൂസിൽ വന്നിട്ടുള്ള പിള്ളേരെയാണ് എനിക്കൊരു എക്സ്റ്റെൻഡ് വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത്. വൈ? ബിക്കോസ് എപ്പോഴും ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് വിചാരിക്കുന്ന കൺട്രികളിലൊന്നാണ് അയർലൻഡ്, അതുപോലെ തന്നെയാണ് ന്യൂസിലൻഡും. അപ്പോൾ ഈ ഒരു ഏരിയാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമം തോന്നുന്ന ഒരു ഏരിയയും കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു എഫേർട്ട് എടുത്താൽ, കാരണം ഫിനാൻഷ്യൽ സമ്മറി, AVATS ഫോമൊക്കെ അതിലൊന്നും ഒരു കുട്ടിയുടെ കഴിവ് തെളിയിക്കാനില്ല. അതൊക്കെ ആസ് സച്ച് ഫോം ഫില്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു പ്രൊഫൈലിനെ നിങ്ങൾക്ക് സ്ട്രോങ്ലി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് SOPയിലും കവർ ലെറ്ററും ഗ്യാപ്പ് ലെറ്റേഴ്സിലും CVയിലൊക്കെയാണ്. അത് നിങ്ങൾ മാക്സിമം അടിപൊളിയാക്കിയിട്ട് വെക്കാൻ നോക്കുക. റൈറ്റ് എഫേർട്സ് റൈറ്റ് ടൈമിൽ കൊടുക്കുക. യു ഹാവ് ടു ഗിവ് 100% ടു ദീസ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എഴുതിയ സമയത്തുള്ള ഈ 3 കോമ്പിനേഷൻ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും സേഫായിട്ട് അയർലൻഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഐ എം റിയലി സാഡ്, ഫസ്റ്റും 2ഉം 3ഉം റിഫ്യൂസൽസ് ഒക്കെ വന്നിട്ട് മാത്രം ഒരു റിയലൈസേഷനുള്ള കുട്ടികളുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ആരും എത്താതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പോൾ ഈ മൊത്തം വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇഫ് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾസോ പ്രൊവൈഡ് മൈ മെയിൽ ആൻഡ് ഓൾസോ phone number. You can message over the phone number and mail. ഈ രണ്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇതിനേക്കാളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തുടരെ വരുന്ന ദിവസങ്ങൾ കൊണ്ടുവരണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ആഗ്രഹം. വൈ? ബിക്കോസ് ഈ കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസിന് ഭയങ്കര ഡൗട്ടുള്ള ഏരിയാസ് ആണെന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാറുണ്ട്. ഐ ഹോപ്പ് ദിസ് ഫുൾ വീഡിയോ ഇസ് ഓഫ് 100% യൂസ് ടു യു. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ലീവ് ചെയ്യാനും വേണ്ടി നോക്കുക. ഞാനൊരു 24 hours ടൈമിൽ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഹാവ് എ നൈസ് ഡേ.